കൊറോണ വ്യാപനം മൂലം പ്രവാസികൾ ഒട്ടനവധി പേരാണ് ദുരിതത്തിലായത്. കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകൾ തന്നെ ആ പ്രയാസങ്ങൾ നാം കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതുമാണ്. ഇതിനോടകം തന്നെ 17 ലക്ഷം പ്രവാസികളാണ് തിരിച്ചെത്തിയത്. കൃത്യമായി ശമ്പളമില്ലാതെയും ജോലി നഷ്ടപ്പെട്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയവർക്ക് മുന്നിൽ ചോദ്യചിഹ്നം മാത്രമാണുള്ളത്. എന്നാൽ പ്രവാസികൾക്ക് കൈത്താങ്ങാകാൻ കേരള സർക്കാർ ഉണരുകയാണ്. പ്രവാസികളുടെ പുനരധിവാസത്തിന് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾക്ക് പുറമെ സമഗ്രമായ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുന്നതിന് 2000 കോടി രൂപയുടെ വിശദമായ പ്രപ്പോസൽ ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മഞ്ഞളാംകുഴി അലിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മുഖ്യമന്ത്രി കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2021 ഒക്ടോബർ 26 വരെ 17,51,852 പ്രവാസി മലയാളികളാണ് COVID-19 പോർട്ടൽ പ്രകാരം തിരികെ എത്തിയിട്ടുള്ളത്. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ലഭ്യമാക്കുന്ന വിവരങ്ങൾ പ്രകാരം മെയ് 2020 മുതൽ ഒക്ടോബർ 2021 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ എയർപോർട്ടുകളിൽ വഴി 39,50,230 പേർ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുമുണ്ട്. തിരിച്ചുപോകാൻ ആഗ്രഹിച്ചവരിൽ ഭൂരിഭാഗം പേരും തിരിച്ചുപോയിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ പ്രകാരം കരുതുവാൻ കഴിയും. എന്നാൽ തന്നെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തി തിരികെ പോകാൻ സാധിക്കാത്ത പ്രവാസികൾക്ക് 5000 രൂപ വീതം അടിയന്തര ധനസഹായം സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് 1,33,800 പേർക്ക് ധനസഹായം ലഭ്യമാക്കിയിട്ടുമുണ്ട്. കോവിഡ് ബാധിച്ച് പ്രവാസികൾക്ക് 10,000 രൂപ വീതം ധനസഹായം അനുവദിച്ചിട്ടുമുണ്ട്. ഇത് നാളിതുവരെയായി 181 പേർക്ക് നൽകിയിരിക്കുകയാണ്. പ്രവാസി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് കോവിഡ് 2ാം തരംഗത്തിൽ സർക്കാർ ധനസഹായമായി 1000 രൂപ വീതം 18,278 പേർക്ക് അനുവദിച്ചിട്ടുമുണ്ട്. തിരിച്ചെത്തിയ പ്രവാസികളിൽ 12.67 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നാണ് കോവിഡ് പോർട്ടലിലെ ഇന്നലെ വരെയുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനും തൊഴിൽ സംരംഭക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും 2021-22 ബജറ്റിൽ 50 കോടി രൂപ വകയിരുത്തിയിട്ടുമുണ്ട്. കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ പലിശരഹിത സംരംഭകത്വ വായ്പ നൽകി സാമ്പത്തിക സ്വാശ്രയത്വം നൽകുന്ന പ്രവാസി ഭദ്രതാ പേൾ സഹകരണ സ്ഥാപനങ്ങൾ, പ്രവാസി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവ മുഖേന 5 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പ നൽകുന്ന പ്രവാസി ഭദ്രത മൈക്രോ സ്വയം തൊഴിൽ പദ്ധതികൾക്കായി KSIDC മുഖാന്തരം 25 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ 8.25% മുതൽ 8.75% വരെ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പ്രവാസി ഭദ്രത മെഗാ എന്നിങ്ങനെ തൊഴിൽ സംരംഭകത്വ പദ്ധതികൾ പ്രവാസി പുനരധിവാസ ഏകോപന സംയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്നു. ഇതിന് മൂലധന സബ്സിഡി, പലിശ സബ്സിഡി എന്നിവ നിബന്ധനകളോടെ ലഭ്യമാക്കുന്നതാണ്. തിരികെ എത്തിയ പ്രവാസികൾക്ക് സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ച് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പിന്തുണ നൽകുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് പദ്ധതി വിപുലീകരിക്കുകയും പദ്ധതി വിഹിതം 2021-22 വർഷത്തിൽ 24.4 കോടി രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 30 ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് വായ്പകൾക്ക് 15% മൂലധന സബ്സിഡിയും, അതായത് പരമാവധി 3 ലക്ഷം രൂപ 4 വർഷത്തേക്ക് 3% പലിശ സബ്സിഡിയും ഈ പദ്ധതി മുഖേന ലഭിക്കുന്നതായിരിക്കും. സംരംഭകർക്ക് സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ബാങ്ക് വായ്പ ലഭ്യമാക്കി വരുന്നു. നാട്ടിൽ മടങ്ങിയെത്തിയവരിൽ ഭവന വായ്പ ഉൾപ്പെടെ മുടങ്ങുകയും ജപ്തി ഭീഷണി നേരിടുകയും ചെയ്യുന്ന പ്രവാസികളുടെ വിഷയവും പദ്ധതികൾക്ക് വായ്പ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ അനുഭാവ സമീപനം സ്വീകരിക്കണമെന്ന കാര്യവും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി മുമ്പാകെ ഉന്നയിക്കുന്നതാണ്. കൂടാതെ തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കായി നോർക്ക സ്കിൽ റിപ്പോസിറ്ററി പദ്ധതി എന്ന പേരിൽ ഏകജാലക സംവിധാനവും തൊഴിൽ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തുന്നതിനായി സ്കിൽ അപ്ഡേഷൻ ആൻഡ് റീ ഇന്റഗ്രേഷൻ പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. നിലവിലുള്ള വിദേശ റിക്രൂട്ടിംഗ് സംവിധാനം ശക്തമാക്കുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഒരു നൂതന സംരംഭം രൂപപ്പെടുത്തുന്നതിനും പോസ്റ്റ് റിക്രൂട്ട്മെന്റ് സേവനങ്ങൾക്കുമായി ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയും 2 കോടി രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി സംരംഭങ്ങളാണ് പ്രവാസികൾക്കായി ഒരുങ്ങുന്നത്. ആയതിനാൽ തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.